തലക്കല്ലടാ, നടുവിനാണ്. ആ ഞങ്ങൾ ഹോസ്പിറ്റലാ. ആ ഓക്കെ. നീയൊക്കെ ഇതിൽ കളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? വാടാ, ഒരു സെൽഫി എടുക്കണം എന്നാലും വാ. എടാ ഒന്ന് ചിരിക്കടാ. നീയൊക്കെ എന്ത് പരാജയമാടാ? എന്നാലും നിനക്കിത് അങ്ങനെ പറ്റിയടാ? വല്ലാത്ത സംഭവം പോയിട്ടാ. അമ്മ കൈ കഴുകിയിട്ടാണ് ഈ പിഴിഞ്ഞോണ്ടിരിക്കണത്. ആ കൈ കാണിച്ചേ. ആ ബെസ്റ്റ്. വേണമെങ്കിൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നീ കുടിക്കണ്ട. എന്നാടാ മക്കളെ? അയ്യോ വേണ്ട, എനിക്ക് തൊണ്ടവേനാണ്. എടാ നോ താങ്ക്സ്. എന്നാരും കുടിക്കണ്ട പോ. ഇതിന് ഇത്രയും രുചിയുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആ ക്യാഷവാട് നമ്മുടെ നിന്ന് പോയല്ലടാ. ഒരു 5 രൂപ പോക്കറ്റിലിരുന്നേനെ. അതെ സിസ്റ്റർ തന്നെ. കളിക്കാരനത് എന്ത് പറ്റി? ചെമ്പരക്കയുടെ പടത്തലവന് പടത്തലവന്റെ നടുവ് പോയി. കളിയൊക്കെയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ അഡ്മിറ്റായോ? വേറെ പണിയൊന്നുമില്ലല്ലോ. അമ്മേ, ഇതിനകത്തൊരു പൊടിയുണ്ടേ, കാൽസ്യം വൈറ്റമിൻ ഡി അടങ്ങിയതാ. ഇച്ചാൻ കാനഡയിൽ നിന്ന് തന്നയച്ചതാ. ഡേറ്റ് കഴിഞ്ഞാണെന്ന് നോക്കി കിട്ടാമേ. അച്ചാരിയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ കഴിക്കണ്ട. എന്തേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എടാ നമ്മൾ പോന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കും. അല്ല നിങ്ങൾ പോലെ നിക്ക്. അല്ലടാ, പോയിട്ട് വരാം. ഇനി അവർ നിൽക്കത്തില്ല, ഞാൻ വന്നില്ലേ. എടാ വാട്സപ്പിൽ വന്നൊക്കെ ഇങ്ങോട്ട് ആയിക്കിട്ടാ, സമയം പോണ്ടേ? ആയിക്കോട്ടെ. എടാ അവര് പോയത് നിന്നെ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ ഓട്ടോമാരയിലാണ്, അതുമായിട്ട് കറങ്ങാൻ പോണതാ. എന്നാ ഞാനും ഇറങ്ങട്ടെ. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാലോ? ഓ അയക്കാം. പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അവരോട് ഓട്ടോയ്ക്ക് പറയാം. വാവ എത്തിയിട്ട് മതി. മോൾക്കെന്ന് പോണ്ടായിരുന്നോ? ഡ്യൂട്ടിയൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞമ്മ. റെസ്റ്റ് എടുക്ക്, നടുവല്ലേ. പോട്ടെ. നല്ലവളാ. എടാ കുറച്ച് പൈസ എൻ്റെ മറ്റേ കുറി വീണത്. മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ ആ മുസമ്പി ആയിരിക്കും. അല്ല വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? വന്നു. എന്നേ പോട്ടെ. ആ ഇപ്പം അവിടെ ആരുമില്ല. വാ. എടാ വാവേ, നിനക്ക് മനസ്സിലായി ഇയാളെ? മണിയംകുളത്തെ ഷുക്കൂർ. ഇയാളെ മോളിവിടെ അഡ്മിറ്റാ. സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു. നിൻ്റെ കയ്യിൽ പൈസ കാണും. വാങ്ങിച്ചോ. മറക്കൂല മോനെ, ഒരിക്കലും. മനസ്സിലായോ കുഞ്ഞെ? നമസ്തേ. വേദനയൊക്കെ എങ്ങനെയുണ്ട്? മാറി വരുന്നു കൂട്ടാ. കുട്ടനാ? അല്ലട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. ഞാനേ നമ്മുടെ കുട്ടൻ മെസ്സേജ്. ആ കുട്ടൻ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 2 ദിവസത്തിനകം വണ്ടി എടുക്കാം. അച്ഛനെവിടെ? അച്ഛനൊന്ന് പുറത്തുപോയി. ഞങ്ങൾ വന്നതെന്തിനാന്നറിയും? എടാ വാവി, ഒന്നുകിൽ നീ ഞങ്ങൾ പറയുന്ന കേൾക്ക്. ആ മൊബൈലോടെ വെക്ക്. ഞങ്ങൾ വന്നതെന്തിനാന്നറിയോ? അത്ര പറയാൻ എന്താ ഉള്ളത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കല്ലേ. എന്നെ കാണാനും സൗകര്യം അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ല മനോജ്. എടാ നിന്റെ ദണ്ണറിയാനൊക്കെ കൂടി തന്നെയാ വന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശണം. ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയൊക്കെ തന്നെ, പക്ഷെ ഇതാണ് ചെറിയ പരിപാടി. ഇതിനൊക്കെ വലിയ ചെലവ് വരില്ലേ? തന്ത്രി എസ്റ്റിമേറ്റ് ഇട്ട് തന്നു 20 ലക്ഷം. എൻ്റെ അമ്മ 20 ലക്ഷം. ഇത് ആരെടുത്ത് ചെലവാക്കും? അതിനല്ലേ വാവേ നമ്മളെല്ലാരും കൂടി അങ്ങ് വഹിക്കും. നാട്ടുകാരുടെ ആവശ്യമല്ലേ? നാട്ടുകാരെന്തോന്ന് ആവശ്യം? ക്ഷേത്രം വേണം, നല്ലത് തന്നെ. പക്ഷെ ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണ്ണത്താഴെ കൂടം? അതുപോലെ അന്നദാനം
ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ അവിടെ ഒന്ന് ആഹാരം കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഈ AC കാറിൽ വന്ന തടിയന്മാർക്ക് കൊടുക്കണാണോ ദാനം? നീ എന്താണ് കമ്മ്യൂണിസ്റ്റായ? ആ, കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോളണം. ഈ 20 ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം? എടാ നീ ഡെയിലി ടൗണിൽ പോണല്ലേ? റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടാ? എത്ര പള്ളികളാണ് അവരെ കെട്ടിപ്പോക്കണത്? അത് 3-4 നില. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവർ കെട്ടിപ്പോക്കുന്നുണ്ട് അവരെ പണം ഉണ്ടായിട്ട്. പിന്നെ അറബി നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും. അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല പണിതത്. ഞാനൊന്നും പറയാനുള്ള, എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇപ്പൊ എന്തിനാടി കത്തറിയ? നിങ്ങളുടെ ചെവി മുറിക്കാൻ മിണ്ടാതെ കിടന്നു. നീ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട്. എഴുതി വെക്കാം, കിട്ടുമ്പോ തന്നാ മതി. ആരെയെ കാത്തുപ്പാണല്ലോ. സിസ്റ്ററിൽ നിന്ന് പോണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആരെയെ കാക്കുന്നേ? അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഇപ്പം എത്തും. നിങ്ങളീ വയസ്സാം കാലത്ത് അവരെ ആശുപത്രിയിലൊന്നും ആക്കണ്ട. നമ്മൾ മന്ത്രി ചോദ്യം വെള്ളം കൊടുത്താൽ മതി. ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും. ചിരിക്കണ്ട. എല്ലാ ശ്വാസം മുട്ടലല്ല. ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും. ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ. ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അതിനെന്താ നോക്കാം. ദേ അവര് വന്നു തോന്നുന്നു. ഈ ഹിമാറാറിന ഇവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറായി. ഇനി നല്ലോണം അങ്ങ് ആവി പിടിച്ചാൽ മതി. ഞാൻ ഗേറ്റ് തുറക്കാം. കിടന്നു. എന്താ ഇത് വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയാ? അല്ല, ഇത് എൻ്റെ മുറിയാ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ആ ബാബ, സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ? വാവേ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഇരിക്കുവാവേ, എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട? ഞാൻ പോയിട്ട് വരാം. എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്ന? ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദേ അവരെന്തു പറഞ്ഞു? അവര് മാത്രമല്ല, ഇതിലവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തെന്നായാലും ഉള്ളത് കാണിച്ചേ. ഉരു പൊട്ടുന്ന സദാചാരം, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്? ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട. ഇനി എല്ലാരും കൂടെ എൻ്റെ മെക്കിട്ട് തീർക്കും. ഞാനിപ്പോ കവലയിൽ വന്നോളൂ. കഴിഞ്ഞില്ലേ? ഒരു ഗ്ലാസ് കൂടിയുണ്ട്. ഓട്ടത്തിലാക്കണം. ഹലോ, മതി. അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും. പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ, ഇവിടെ വാടാ, ഒരു അത്യാവശ്യം ഉണ്ടോ? അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ. കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ SI
ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ. ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ. നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാ. ആവശ്യമില്ലാണ്ട് അവൻ്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടിപ്പിച്ച് കാഴ്ചയാണ്. ഒന്ന് സ്വൈര്യം താച്ചാ. ഞാൻ പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം. എന്തിനു തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ? പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ഒരാളെ ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടിൽ സ്വസ്ഥതയില്ല. അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ നീങ്ങുവാ. അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങ് വാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മേ, അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടുകയാണ്. നിങ്ങൾ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടും. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോ 2-3 മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ മാവേ, ചോറ് വേണോ? ഒന്നുമില്ല. അമ്മ കിടന്നോ? പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടുമല്ല. ഒരു കാര്യം ചെയ്യ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ? നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാ കുട്ടൻ മാറിയപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും 4 മണിക്ക്.